എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള ഗോവ ഗവർണർ ശ്രീ ധർമ്മള സാറ്, എൻ്റെ പ്രധാനപ്പെട്ട ഏതൊരു വിഷയം വരുമ്പോഴും അത് പോയി ഒന്ന് ചോദിച്ച് ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നേരത്തെ തൊട്ടുകൂടെ പറഞ്ഞു, വിദ്യാഭ്യാസം കുറവുള്ളതുകൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ എൽദോ സുന്ദരപ്പിള്ളിയോട് നേരിടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കാൻ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി ചോദിക്കണമല്ലോ. അത് ചോദിക്കാൻ പോകുന്നത് സുകുമാർ സാറിൻ്റെ അടുത്താണ്. അപ്പോൾ സുകുമാർ സാർ പറയും, ഇത് മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്, ഇനിയും കേൾക്കും. ജസ്റ്റിസ് ഗോവിന്ദനാഥ് സാറ്, അതുപോലെ ഗുണേന്ദ്രൻ ചേട്ടൻ, സ്നേഹമുള്ള ഏറ്റവും മനസ്സ് നിറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുദേവൻ്റെ ആ വലിയൊരു അസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ധർമ്മജന സ്വാമികൾ, എന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ ഇന്ന് ഇങ്ങനെ ഈ പുസ്തക പ്രകാശനം ഇവിടെ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ സ്നേഹമുള്ള സംസ്ഥാന സെക്രട്ടറി വർക്കി പീറ്റർ പറഞ്ഞു, നമ്മുടെ അഖിലേന്ത്യൻ ഫെഡറേഷൻ്റെ എല്ലാവരെയും വിളിക്കണം, അവരെല്ലാവരും വരണം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ആൾക്കാർ മാത്രമേ വിളിച്ചോളൂ ഈ ഫംഗ്ഷന്. അതിൻ്റെ കാരണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കാണുന്നത്, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ തീരുമാനിക്കുന്നത്, ഏതൊരു മനുഷ്യൻ്റെയും ദുഃഖം കാണുമ്പോൾ ചിരിക്കുകയും വിമർശിക്കുകയും ചെയ്യരുത്. എന്നെ ദ്രോഹിക്കുന്നവരെ ഏറ്റവും ഞാൻ സ്നേഹിക്കും. എന്നെപ്പറ്റി കുറ്റം പറയുന്നവരെ കണ്ട എന്തിണ്ടാ വിശേഷം എന്ന് ഞാൻ ചോദിക്കും. അത് എന്തിനാണെന്നറിയാമോ? അവനൊന്ന് നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ വെച്ചിട്ടാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ വളരെ കഷ്ടപ്പാടുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരു കുടുംബം കെട്ടിപ്പടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. ത്യാഗങ്ങൾ അനുഭവിച്ചു വരുമ്പോഴാണ്. വളരെ ചെറുപ്പത്തിൽ ഞാൻ വളരെ കൊതിച്ച് ആഹാരത്തിന് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇല്ല, ഇപ്പം ഞാൻ ചാമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മോദിയൊക്കെ പറഞ്ഞു ചാമയും പുല്ലൊക്കെ കഴിക്കാൻ പറഞ്ഞായിരുന്നു. അന്ന് ചാമ കഴിക്കുമ്പോൾ കുറഞ്ഞവരാണ് ചാമക്കഞ്ഞി കുടിക്കുന്നത്. ഞാനതെല്ലാം അനുഭവിച്ചതാണ്. പക്ഷെ നിങ്ങളാരും കൈകാര്യം ചെയ്തിട്ടുണ്ടോ? സുകുമാർ സാറും ഗോവിന്ദനാഥ് സാറും ശ്രീരമണ സാറും കൈകാര്യം ചെയ്തോ? ഞാൻ ഈ 4 കാരണ കൂട്ടി വെച്ചാൽ ഒരണയാക്കി, കൂട്ടി വെച്ച് 2 അണയാക്കി, അങ്ങനെ 16 അണയാക്കി, 1 രൂപയാക്കി. അങ്ങനെയാണ് ഞാൻ കാലണിക്ക് 2 പൊതി കപ്പലണ്ടിക്ക് വിറ്റാണ് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്താൻ ശ്രമിച്ചത്. വസ്ത്രമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, കഷ്ടപ്പെടുകയാണ്. ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിക്കുമ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരാളും പുറകോട്ട് പോകരുത്, ധൈര്യം നഷ്ടപ്പെട്ടു പോകരുത്, ധൈര്യമായി നിൽക്കണം. യുദ്ധം വരട്ടെ, വന്നോട്ടെ, എന്ത് വരട്ടെ. 2018 വെള്ളപ്പൊക്കം വന്നു, നമുക്ക് എന്ത് സംഭവിച്ചു? കൊറോണ വന്നു, കുറച്ച് ആൾക്കാർ പോയി, ഇനി നമ്മൾ ബാക്കി നിൽക്കുന്നു. മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തിണ്ടാക്കി, ഇതൊക്കെ മനുഷ്യനാണ്. എത്രയോ വലിയ പ്രഗത്ഭനും എത്ര വലിയ കേവനും ആരായാലും നഷ്ടപ്പെട്ടത് നോക്കി തിരിഞ്ഞു നിന്ന് ചിന്തിക്കാൻ നിൽക്കരുത്. മുന്നോട്ട് തന്നെ പോകണം. മുന്നോട്ട് പോകുമ്പോൾ ആരെയും സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം. ഞാൻ പലപ്പോഴും പലരെയും ഒക്കെ കുറ്റമൊക്കെ പറയാറുണ്ട്. എന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല. ഇവിടെ തന്നെ ഇരിക്കുന്ന പലർക്കും എന്നെ വലിയ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നോട് വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കാണുമ്പോൾ എന്തൊക്കെയുണ്ട് പോളി എന്നൊക്കെ ഞാൻ ചോദിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ എന്നോട് താല്പര്യമില്ല. ഞാൻ കണ്ട കാര്യം പറയും. ഞാൻ നേരത്തെ വർക്കി പീറ്റർ പറഞ്ഞാണ് സത്യം. എന്നോട് ഈ വർക്കി പീറ്റർ എപ്പോഴും നിർത്തും പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് എന്നെപ്പോലെയാണ് നിങ്ങളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെറ്റാണ്. എൻ്റെ ഭാര്യ, സത്യം പറയാം, 50 വർഷമായി എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കൂടിയില്ലെങ്കിൽ ഞാൻ കൊച്ചു കാര്യം പറയണുള്ളൂ. പരമശിവന് എന്ത് കഴിവുണ്ടെന്ന് പറയണേ. കുറെ പാമ്പ് കഴുത്തിലുണ്ടെന്നുള്ളൂ. ഭാര്യക്ക് യാതൊരു ശക്തിയില്ല. ഒരാൾ തപസ്സിരുന്ന് ചെതപ്പുറ്റ് പോലെയായി. ഈ പാർവതി ചോദിക്കുകയാണ്, മനുഷ്യ, നിങ്ങൾ കണ്ടില്ലേ അയാൾ നിങ്ങളെ ധ്യാനിച്ച് എത്ര വർഷം അവിടെ ഇരിക്കുന്നു, നിങ്ങളെന്താ ഒന്നും അയാൾക്ക് കൊടുക്കുകയോ അന്വേഷിക്കാത്തത് വെച്ചു. അപ്പോഴാണ് ഈ പാർവതി ഒരുമിച്ചൊന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണ് ശക്തിയായി ഉയരം വന്നത്. ആ മനുഷ്യൻ ചെന്ന് ശിവൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ ദുഷ്ടം പറഞ്ഞു,
എൻ്റെ ചൂണ്ടാണി വിരൽ കൊണ്ട് തലയിൽ തൊടുന്നവരെല്ലാം കുഴപ്പക്കാരാവണം. സംഭവിച്ചില്ലേ? അപ്പം പരമേശ്വരൻ അത് കൊടുത്തു. ലാസ്റ്റ് പെണ്ണുവേഷം കെട്ടി അവരെ പിടിച്ചു മറിച്ച്. അപ്പം അതുപോലുള്ള ദുഃഖങ്ങളെല്ലാം ഞാനും പലപ്പോഴും വേണ്ടാത്ത പിടിച്ച് മേടിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഭാര്യ ശക്തിയായി എൻ്റെ കൂടെ ഈ സമയവും എൻ്റെ സുഹൃത്തുപ്പള്ളി ഉദ്ദേശിക്കാരുമല്ല, എൻ്റെ MLA, എൻ്റെ ഭാര്യ എന്ത് പ്രശ്നം വന്നാലും, എന്ത് യുദ്ധം വന്നാലും, എന്ത് ട്രേഡ് യൂണിയൻ വന്നാലും, ആരെന്നെ കൊല്ലാൻ വന്നാലും എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്കൊരു പ്രശ്നം, എൻ്റെ മക്കളും ആ ധൈര്യമൊക്കെ തരുന്ന നല്ല നല്ല മക്കളുണ്ട്. ഈ മകൻ എല്ലാം നല്ലതുപോലെ നല്ല മിടുക്കനായും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരും എൻ്റെ മകളും LLB ഒക്കെ പഠിച്ച് എല്ലാവരും ശക്തരാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വരികയും ചെയ്ത എൻ്റെ സഹോദരന്മാരുടെ പേരെടുത്ത് ഒരുപാട് ആൾക്കാരുടെ പേര് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തും. ഉയരങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും ചിന്തിക്കണം. കാലഘട്ടം അനുസരിച്ച് മാറണം. മാറ്റത്തിനനുസരിച്ച് നമ്മൾ പെരുമാറണം. അതിനുവേണ്ടി നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തരുടെയും ആ മാനസിക അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമാണ്. നമുക്ക് അല്പം ദൈവീകത എല്ലാവർക്കും ഉണ്ട്. ഏത് പൊളിറ്റിക്സ് ഉള്ളവനുണ്ട്. മനസ്സിൽ ദൈവവേദം വിളിക്കാൻ മടിയുള്ളവൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ദൈവം. ദൈവവിശ്വാസം വിടരുത്. നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും നല്ല രീതിയിലുള്ള മനസ്സായിരിക്കണം. എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, കാരണങ്ങൾ അനേകമുണ്ട്. എനിക്ക് പഠിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ട് വലിയ വിഷമമുണ്ടെന്ന് നിങ്ങൾ ധരിച്ചങ്ങനെ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചോ, എനിക്ക് കൂടുതൽ മനസ്സിലാവും. നിങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ കന്നഡയിൽ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവും. എനിക്ക് തിരിച്ചു പറയാൻ സാധിക്കും. എനിക്ക് ഒരു അബദ്ധം എൻ്റെ സുമാർ സാർ നേരത്തെ പറഞ്ഞു. സുമാർ സാർ പലപ്പോഴും സംസാരിക്കാറുണ്ട്. എൻ്റെ കൂടെ എന്നോട് ഒരുമിച്ച് സാറൊക്കെ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ കയറി എനിക്ക് വേണ്ടി ഡൽഹിയിലും അതുപോലെ മദ്രാസിലുമൊക്കെ എത്ര പ്രാവശ്യം കേസ് നടത്താൻ ഈ വയസ്സുകാലത്തും എൻ്റെ കൂടെ രാത്രി കാലങ്ങളിലെല്ലാം പോന്നു. എനിക്ക് അനേകം ആയിരം ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നെ ഏത് രാജ്യത്ത് പോയാലും, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയി, അവിടെ ചെന്നിറങ്ങിയപ്പോഴും എൻ്റെ അടുത്ത് ഓടി വന്ന് ഞാനൊരു മിഷൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വന്ന് എന്നോട് പറയുക, ഞങ്ങളാണ് തനിക്ക് ഷോർട്ടക്സ് തന്നത്, ഞങ്ങൾ ജർമ്മൻ മിഷൻ്റെ പാർട്ടിയാണ്. ഞാൻ തായ്ലൻഡിൽ പോയി കഴിഞ്ഞ ദിവസം അവിടുത്തെ മിഷണറി കാണാൻ പോയിപ്പോൾ 4 ദിവസത്തെ പരിപാടിയായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അയാൾക്ക് സംശയം വന്നു. അടുത്ത് വന്നിട്ട് അയാളെ വളരെ നല്ല രീതിയിൽ പറയുക, ഞാൻ ഇത്രയും വർഷം മുമ്പ് നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് ഞാൻ മിഷൻ തന്നിട്ടുണ്ട്, ഞാൻ സംസാരിക്കാൻ വന്ന എഞ്ചിനീയറാണ്, എൻ്റെ കമ്പനിയുടെ മിഷനാണ് ഇരിക്കുന്നത്, വാ കാണും. എൻ്റെ കൂടെ പോകുന്നവരൊക്കെ ഇവിടെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സ്. പിന്നെ നഷ്ടപ്പെട്ടത് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിനെയും കുരിശുമ തറച്ചില്ലേ? എന്തിനാ തറച്ചേ? പുള്ളികൾ തെറ്റ് ചെയ്തിട്ടാ? ഒന്നുമില്ല. ഞാനും തെറ്റ് ചെയ്തിട്ടല്ല. നമുക്ക് നഷ്ടപ്പെടും, പലതും കഷ്ടപ്പെടും, പല ദുഃഖങ്ങളുണ്ടാവും. എനിക്ക് പലപ്പോഴും പല സങ്കടമൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഭാര്യ പറയും നിങ്ങൾക്ക് അറിയണ്ട. ഞാൻ വളരെ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയണു, എല്ലാവരും നല്ല രീതിയിൽ നന്നായി. എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചു, എനിക്കൊരു സൗകര്യങ്ങളുണ്ടായി. ഞാനൊരു മോഡേൺ റേസിനോട് തുടങ്ങാൻ വന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചു, എനിക്ക് 2 സഹോദരിമാർ മരിച്ചു, എല്ലാവരും പോയി. ഇപ്പം ഞങ്ങൾ 5 മക്കൾ എൻ്റെ അച്ഛനും അമ്മയും കൂടി നമുക്ക് തന്നിട്ടുണ്ട്.